ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. ഇതിൽ ഞാൻ പഴമോ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല. ഒരു ശർക്കരയും അരിപ്പൊടിയും ചേർത്തുണ്ടാക്കിയൊരു ഉണ്ണിയപ്പമാണ്. നല്ല വൃത്തിയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇങ്ങനെ വൃത്തിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് അരി ഒന്ന് കഴുകിയിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 5 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ഇതിലേക്ക് പാകത്തിലുള്ള മധുരത്തിന് 5 എണ്ണം മതിയാവും. നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ ഒന്ന് കുറച്ച് 4 ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പം അരിയൊക്കെ ഇവിടെ കുതിർന്നിട്ട് ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. അരിയൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. നമ്മൾക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അരിപ്പൊടി. അരി ഒരു 4 മണിക്കൂറൊക്കെ ഞാൻ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പൊടിച്ചെടുത്തത്. നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിൽ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കിയെടുത്ത ചൂട് കൊടുക്കുന്നതിൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറരുത്. ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ ഇത് കലക്കിയെടുക്കാം. 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾക്കിപ്പോൾ കലക്കിയെടുക്കുമ്പോൾ പാകമാണ്. ഇത് നമ്മൾ കുറച്ച് സമയം വെച്ചിട്ടാണിത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോഴേക്കും ഇത് കട്ടിയായി വന്നിട്ടുണ്ടാവും. അങ്ങനെ കട്ടിയായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ തന്നെ ഞാൻ ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കലക്കിയെടുത്തിട്ടുള്ളത്. ഞാൻ ഇതിലേക്കൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കണില്ല. ഇങ്ങനെ മൂടി വെക്കുകയാണ്. നമ്മുടെ മാവ് ഇവിടെ കലക്കി വെച്ചിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവ് ഇവിടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ലൂസാക്കി കൊടുക്കണം. അത്ര കട്ടി ഉണ്ടായാൽ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളു വേവില്ല. അതിന് വേണ്ടി ഒന്ന് ലൂസാക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി അപ്പസോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. പിഞ്ച് അപ്പസോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഇതിൽ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായും ചെറിയ ജീരകം കൂടി പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കായും 1/2 ടീസ്പൂൺ ജീരകമാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര കട്ടി പാടില്ല. ഇത്ര കട്ടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളു വേവില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടാവും. അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് നല്ല പോലെ തന്നെ ഒന്ന് കലക്കി കൊടുക്കാം. ഞാൻ ശർക്കര ഒരുക്കിയ പാത്രത്തിൽ വെള്ളം പാർന്ന് വെച്ചിരുന്നു. അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെള്ളം ചൂടൊന്നുമില്ല. തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ മാവൊന്ന് ലൂസാകുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അത് നെയ്യിൽ വാട്ടൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ പച്ച തേങ്ങ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് നെയ്യിൽ വാട്ടണ അത്ര ഇഷ്ടമല്ല, പച്ച തേങ്ങ ആകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങ എല്ലായിടത്തേക്കും ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊന്നും ചേർക്കണില്ല. മാവൊക്കെ ഇവിടെ പാകത്തിൽ ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. സ്റ്റൗവിൽ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല ചൂടായി വന്നാൽ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കുഴി ഇങ്ങനെ നിറയുന്ന അത്രയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ ഒഴിച്ചാൽ നമ്മൾ മറിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ പുറത്തേക്ക് തെറിച്ച് പോകും എണ്ണ. സ്റ്റൗമ്മ വെച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. നമ്മൾ ചട്ടി നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ തവി ഒഴിച്ച് കൊടുക്കാം. ഞാൻ ചെറിയൊരു തവിയാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നിലും ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരേ വലിപ്പത്തിലായിട്ട് കിട്ടും. ഇത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. എല്ലാ കുഴിയിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് മറിച്ചിടുന്നത്. ഉണ്ണിയപ്പം പുറന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിൽ മാവാണ്, മാവ് വെന്തിട്ടില്ല. അത് മറിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഉണ്ണിയപ്പം അടിഭാഗം നല്ല പെർഫെക്റ്റായി കിട്ടുന്നത്. ഈ ഉണ്ണിയപ്പം ബോൾ പോലെ വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. മാവ് വേവുന്നതിന് മുന്നേ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലെ മാവ് അടിയിൽ പോയിട്ട് ഇതേമാതിരി ഉണ്ണിയപ്പം നല്ല ബോൾ പോലെ ആയിട്ട് കിട്ടും. ഇത് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ മാവ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലെയാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഉണ്ണിയപ്പം ഇതേപോലെ നല്ല ബോൾ പോലെ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പവും ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അടിഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വെന്ത് വന്നാൽ നമുക്ക് ഉണ്ണിയപ്പം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഉണ്ണിയപ്പം കണ്ടില്ലേ, നല്ല ബോളായിട്ട് കിട്ടിയിട്ടില്ലേ? ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, നല്ല ബോളായിട്ട് കിട്ടും. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാണ്ട് ചട്ടി നല്ല ചൂടിൽ ഒഴിച്ചു കൊടുക്കരുത്. നല്ല ചൂടിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് അടി വെന്തിട്ട് നമ്മൾക്ക് അങ്ങനെ മറിച്ചിടുമ്പോൾ ശരിയാവില്ല. നല്ല ചൂടുണ്ടെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം അതിന് മറിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഉള്ളിൽ മാവ് വെന്തിട്ടില്ല. ആ ഒരു പാകത്തിന് വേണം മറിച്ചിട്ട് കൊടുക്കാൻ. അപ്പോഴാണ് നല്ല അടി ഇങ്ങനെ വൃത്തിക്ക് കിട്ടുള്ളൂ.
കണ്ടില്ലേ, നല്ല വൃത്തിയിൽ കിട്ടിയിട്ടില്ലേ. ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഉണ്ണിയപ്പം മുഴുവനായി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.